എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയുടെ മഞ്ഞുമൂടിയ പർവ്വതനിരകൾക്ക് നടുവിൽ ശാന്തത തളം കെട്ടി നിൽക്കുമ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിൽ ഇതുവരെ കാണാത്തത്ര വലിയൊരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശുകയായിരുന്നു. അഫ്ഗാനിസ്ഥാനെതിരായ ആദ്യ ഏകദിന മത്സരത്തിന് മുന്നോടിയായി പുറത്തുവരുന്ന വാർത്തകൾ കേവലം ഒരു ടീം പ്രഖ്യാപനത്തിന്റേതല്ല, മറിച്ച് അധികാരത്തിന്റെയും ആധിപത്യത്തിന്റെയും ധീരമായ തീരുമാനങ്ങളുടെയും ഒടുങ്ങാത്ത സംഘർഷങ്ങളുടെയും ഒരു നേർചിത്രമാണ്. BCCIയുടെ നിയമങ്ങൾ അനുസരിച്ച് ടീം തിരഞ്ഞെടുക്കുമ്പോൾ പരിശീലകനും നായകനും തമ്മിൽ വ്യക്തമായ ചർച്ചകൾ നടക്കേണ്ടതുണ്ടെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിവാദപരവും സ്ഫോടനാത്മകവുമായ ഒരു നിമിഷത്തിൽ ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിന്റെ ശക്തമായ എതിർപ്പുകളെ വകവയ്ക്കാതെ നായകൻ രോഹിത് ശർമ്മ തന്റെ വീറ്റോ പവർ ഉപയോഗിച്ച് അഫ്ഗാനിസ്ഥാനെ തകർത്തെറിയാനുള്ള 11 അംഗ പടയെ ഒറ്റയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അടച്ചിട്ട മുറികൾക്കുള്ളിൽ നടന്ന മാരത്തോൺ ചർച്ചകളിൽ ഗംഭീരും രോഹിത്തും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിന്റെ പരമ്യത്തിലെത്തിയിരുന്നു. പരമ്പര വിജയിക്കാൻ പരീക്ഷണങ്ങളല്ല, മറിച്ച് അതിശക്തമായ ആക്രമണമാണ് വേണ്ടതെന്നും അതിന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ലെന്നും ഉറച്ചു വിശ്വസിച്ച ഹിറ്റ്മാൻ തന്റെ തീരുമാനങ്ങളിൽ ഉറച്ചുനിന്നു. ഏറ്റവും വലിയ പൊട്ടിത്തെറിയുണ്ടായത് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ആര് വരും എന്നതിനെ ചൊല്ലിയായിരുന്നു. അന്താരാഷ്ട്ര മത്സരങ്ങളുടെ പരിചയസമ്പത്തുള്ള യശസ്വി ജയ്സ്വാലിനെ ഗംഭീർ നിർദ്ദേശിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്നവരെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് രോഹിത് ശർമ്മ തന്റെ തുറുപ്പുചീട്ടായി അവതരിപ്പിച്ചത് വൈഭവ് സൂര്യവംശി എന്ന യുവ വിസ്മയത്തെയാണ്. ആദ്യ മത്സരത്തിൽ തന്നെ അഫ്ഗാൻ ബൌളർമാരുടെ താളം തെറ്റിക്കാൻ പോന്ന നിർഭയത്വവും ഏതാനും ഓവറുകൾക്കുള്ളിൽ തന്നെ കളിയുടെ ഗതി മാറ്റാൻ കഴിയുന്ന ഒരു മാന്ത്രിക എക്സ് ഫാക്ടറും വൈഭവിലുണ്ടെന്ന് രോഹിത് ശക്തമായി വാദിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി സൂപ്പർ സ്റ്റാറുകളെ വാർത്തെടുക്കേണ്ടതുണ്ടെങ്കിൽ അവർക്ക് വലിയ വേദികളിൽ തന്നെ അവസരം നൽകണമെന്ന ക്യാപ്റ്റന്റെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ ഗംഭീറിന് നിശബ്ദനാകേണ്ടി വന്നു. അങ്ങനെ ഒരു രാത്രി ഇരുട്ട് വിളിക്കുന്നതിന് മുൻപ് വൈഭവ് സൂര്യവംശിയെ ടീമിൽ ഉൾപ്പെടുത്തി നേരിട്ട് അരങ്ങേറ്റത്തിന് അവസരം നൽകാൻ തീരുമാനമായി. എന്നാൽ ആ വിവാദം അവിടെയും അവസാനിച്ചില്ല. മധ്യനിരയിൽ ഇഷാൻ കിഷന്റെ തിരിച്ചുവരവിനെ ഗംഭീർ വലിയ സംശയദൃഷ്ടിയോടെ നോക്കിക്കണ്ടപ്പോൾ ഇഷാന്റെ ആക്രമണോത്സുകതയ്ക്ക് വലിയ മത്സരങ്ങളിൽ ഒറ്റയ്ക്ക് പാസ് മാറ്റാൻ കഴിയുമെന്ന് രോഹിത് ഉറപ്പിച്ചു പറഞ്ഞു. ബൌളിംഗ് നിരയിലെ തിരഞ്ഞെടുപ്പിലായിരുന്നു അവരുടെ അടുത്ത വലിയ പോരാട്ടം. ബാറ്റിംഗിന് കൂടുതൽ കരുത്തു പകരാൻ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം നിതീഷ് കുമാർ റെഡ്ഡിയെയും പ്രിൻസ് യാദവിന് പകരം ഗുർനൂർ ബ്രാറിനെയും കൊണ്ടുവരണമെന്നും ടീമിൽ അധിക ഓൾറൗണ്ടർമാർ വേണമെന്നും ഗംഭീർ ആഗ്രഹിച്ചു. എന്നാൽ ധർമ്മശാലയിലെ പിച്ചിൽ നൂതന പന്ത് അതിശക്തമായി സ്വിംഗ് ചെയ്യുമെന്നും പർവ്വത പ്രദേശത്തെ സാഹചര്യങ്ങളിൽ അധിക ബൗൺസ് ലഭിക്കുമെന്നും അവിടെ വിക്കറ്റ് വീഴ്ത്താൻ കഴിയുന്ന യഥാർത്ഥ ഫാസ്റ്റ് ബൗളർമാരെയാണ് ആവശ്യമെന്നും രോഹിത് ശർമ്മ തറപ്പിച്ചു പറഞ്ഞു. കേവലം ബാറ്റിംഗ് ഡെപ്ത് കൊണ്ട് മാത്രം മത്സരങ്ങൾ ജയിക്കാനാകില്ല എന്ന രോഹിത്തിന്റെ അടിയുറച്ച വിശ്വാസത്തിൽ പ്രസിദ്ധ് കൃഷ്ണയും പ്രിൻസ് യാദവും ടീമിൽ ഇടം നേടിയപ്പോൾ അവർക്കൊപ്പം മൂർച്ചയുള്ള പന്തുകളുമായി അർഷ്ദീപ് സിംഗും ചേരുന്നതോടെ പേസ് നിര അതിശക്തമായി മാറി. ഒരു ഘട്ടത്തിൽ ഇരുവരും തങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചുനിന്നെങ്കിലും നായകൻ എന്ന നിലയിൽ രോഹിത്തിന്റെ വാക്കുകൾക്ക് തന്നെ ഒടുവിൽ മുൻഗണന ലഭിക്കുകയും അദ്ദേഹം ആഗ്രഹിച്ച അതേ രൂപത്തിൽ ടീം തയ്യാറാവുകയും ചെയ്തു. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട ഈ പ്ലേയിംഗ് 11-ൽ രോഹിത് ശർമ്മയ്ക്കും യുവ സെൻസേഷൻ വൈഭവിനും പിന്നാലെ 3-ാം നമ്പറിൽ വിശ്വസ്തനായ ശുഭ്മൻ ഗിൽ ഇറങ്ങുമ്പോൾ തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടാൽ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാനുള്ള ഭാര്യ ഉത്തരവാദിത്വം അദ്ദേഹത്തിനായിരിക്കും. മധ്യ ഓവറുകളിൽ പന്തൽപ്പം പഴകുമ്പോൾ എതിർ ടീമിന്റെ സ്പിന്നർമാർക്കെതിരെ അതിശക്തമായ ആധിപത്യം സ്ഥാപിക്കാൻ 4-ാം നമ്പറിൽ ശ്രേയസ് അയ്യരും 5-ാം നമ്പറിൽ വിനാശകാരിയായ ഇഷാൻ കിഷനും ഇറങ്ങുമ്പോൾ വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ റോളിൽ 6-ാം നമ്പറിൽ KL രാഹുൽ ടീമിന് ഒരു വശത്ത് പ്രതിരോധത്തിന്റെ കോട്ട കെട്ടുകയും മറുവശത്ത് മികച്ച ഫിനിഷറായി മാറുകയും ചെയ്യും. ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ തിളങ്ങാൻ കെൽപ്പുള്ള ടീമിനെ സന്തുലിതമാക്കുന്ന വാഷിംഗ്ടൺ സുന്ദറിനെ ഓൾറൗണ്ടർ സ്ഥാനത്ത് നിയോഗിച്ചപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യൻ സ്പിൻ ആക്രമണത്തിന്റെ കുന്തമുനയായ കുൽദീപ് യാദവിന്റെ മാന്ത്രിക കൈക്കുഴകൾ അഫ്ഗാൻ ബാറ്റർമാരുടെ പേടി സ്വപ്നമാകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. പരിശീലകൻ ഗംഭീരന്റെ കണക്കുകൂട്ടലുകളെയും ആഗ്രഹങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളഞ്ഞ് തന്റെ മാത്രം യുക്തിയിലും നിരീക്ഷണത്തിലും വിശ്വാസമർപ്പിച്ചു പടുത്തുയർത്തിയ ഈ 11 അംഗ പട ധർമ്മശാലയുടെ മൈതാനത്തിറങ്ങുമ്പോൾ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുടെ കണ്ണുകൾ ഈ മത്സരത്തിലേക്കും പ്രത്യേകിച്ച് അരങ്ങേറ്റക്കാരനായ വൈഭവ് സൂര്യവംശിയിലുമാണ്. എന്തായാലും രോഹിത്തിന്റെ ഈ വലിയ ചൂതാട്ടം വിജയക്കൊടി പാറിക്കുമോ അതോ ഗംഭീരിന്റെ ഭയപ്പാടുകൾ സത്യമായി മാറുമോ എന്നറിയാൻ ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയാണ് മുഴുവൻ ക്രിക്കറ്റ് ലോകവും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.